എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ മുമ്പിൽ ഇതേ 3 പഴങ്ങളാണ് ഇരിക്കുന്നത്. ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ തണ്ണിമത്തൻ, പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓറഞ്ച്, അതുപോലെ തന്നെ നമ്മുടെ മുന്തിരിങ്ങ. ഈ 3 ഫ്രൂട്ട്സും വെച്ചിട്ട് നമ്മൾ ഇന്ന് കോലൈസ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. സാധാരണ കോലൈസ് എന്ന് വെച്ചാൽ നമുക്കറിയാം ദേ ഈ വലിപ്പേ കാണുള്ളൂ. പക്ഷേ നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് വലിയ കോലൈസ്, അത് 3 ഫ്ലേവറിലാണ്. അപ്പോൾ എന്തായാലും ഇത്ര ഫ്രൂട്ട്സ് ഒക്കെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഓരോന്നായിട്ട് പണി തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓരോ ഫ്രൂട്ട്സ് ആയിട്ട് കഴുകി എടുക്കാം കേട്ടോ. നമ്മുടെ ഓറഞ്ചൊക്കെ പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയാണെങ്കിലും ഇതൊക്കെ പാക്ക് ചെയ്ത സ്ഥലമൊക്കെ നമുക്ക് എവിടെയൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ പുറന്തോലിലൊക്കെ അഴുക്കും ചെളിയൊക്കെ ഉണ്ടാവും. അതൊക്കെ നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി നമ്മുടെ ഓറഞ്ച് കഴുകി കുട്ടപ്പനാക്കി എടുക്കണം നമുക്ക്. ഇനി നമ്മുടെ മുന്തിരി കഴുകിയെടുക്കാം. ഇത് സീഡ്ലെസ് നല്ല പച്ച മുന്തിരിങ്ങ കേട്ടാ. നല്ല മധുരമുള്ള ടൈമാണേ. ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കട്ടെ നമുക്ക്. അങ്ങനെ കഴുകിയെടുത്ത ഫ്രൂട്ട്സിനെ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിഞ്ഞ് പാകപ്പെടുത്തി നല്ല ജ്യൂസ് ആക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അങ്ങോട്ട് തുടങ്ങാല്ലേ. അപ്പോൾ നമ്മുടെ പണി തുടങ്ങുന്നത് തണ്ണിമത്തനിന്നാണ്. സംഭവം തണ്ണിമത്തനാണ് നമ്മൾ തപ്പിയെങ്കിൽ നമുക്ക് കിട്ടിയത് കിരണാണ് കേട്ടോ. അപ്പോൾ തണ്ണിമത്തൻ്റെ സീസൺ ആവണുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ തലയും വാലും കളഞ്ഞ് തൊലി ചെത്തിയെടുക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ തൊലിയൊക്കെ ചെത്തി സുന്ദര കുട്ടപ്പനാക്കി കഴിഞ്ഞാൽ നമുക്കിത് ജ്യൂസ് അടിക്കാൻ പാകത്തിന് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കണം കേട്ടോ. ഇത് നല്ല അടിപൊളി തണ്ണിമത്തൻ ഇങ്ങനെ പീസാക്കി നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ്. നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ അതേ മധുരം ഉണ്ടെന്ന് നോക്കണ്ടേ. നല്ല മധുരം കേട്ടോ. വേനലാവുമ്പോൾ സംഭവത്തിലും മധുരമാവും. ഇനി കട്ട് ചെയ്ത പീസുകൾ മാറ്റി ഓരോ തണ്ണിമത്തനായിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കണം. ഞാൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ എടുത്ത് വായിൽ വയ്ക്കാൻ തോന്നും കേട്ടോ. അങ്ങനെ നമ്മുടെ തണ്ണിമത്തം മൊത്തത്തിൽ ഇനിയിപ്പോൾ നമുക്ക് ഓറഞ്ചിലേക്ക് കിടക്കാം. ഓറഞ്ച് നമുക്ക് പിഴിഞ്ഞെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓറഞ്ചിനെ നേരെ 2 പീസാക്കി മാറ്റാണ്. നല്ല ഓറഞ്ചാണ് ഇത് കണ്ട. 2 പീസാക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളി. ഓക്കെ, നമ്മളിങ്ങനെ വട്ടത്തിൽ മുറിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്ലൈസായിട്ട് കിട്ടണണ്ട. സാധനം ഇല്ലേ, ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ ഓറഞ്ചുകളെല്ലാം നമ്മളിങ്ങനെ 2ആക്കി മുറിച്ചെടുക്കുകയാണ് പിഴിയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടാ. നമ്മുടെ ഓറഞ്ച് നോക്കി എന്ത് രസമാണെന്ന് കാണാൻ. അപ്പോൾ ഇത് 2ആയി മുറിച്ച് വെച്ച് നമ്മുടെ ഓറഞ്ചിൽ നിന്ന് ജ്യൂസ് പിഴിയുന്ന പരിപാടി കേട്ടോ. അപ്പോൾ നല്ല ജ്യൂസ് മാത്രമേ നമ്മൾ എടുക്കണുള്ളൂ. ഓരോന്നായിട്ട് പിഴിഞ്ഞ് തന്നെ ഇതിൻ്റെ ജ്യൂസ് എടുക്കണേ. അടിപൊളി കണ്ട. നമ്മുടെ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാനുള്ളതാണ്. ഓറഞ്ച് എന്തായാലും നമുക്ക് ഇത്തരത്തിൽ നിൽക്കില്ല. ഈ ഒരു റൗണ്ട് കഴിഞ്ഞ് നമ്മൾ 3-4 റൗണ്ട് എന്തായാലും ഇതുപോലെ സെറ്റ് ആക്കേണ്ടി വരും. എന്നാലും നമുക്ക് വേണ്ട ജ്യൂസ് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഓറഞ്ച് പിഴിഞ്ഞ ഒരു വിധമായിട്ടാണ്. ഒരുപാട് ഓറഞ്ച് പിഴിഞ്ഞിട്ടാണ് നമുക്ക് വേണ്ട ജ്യൂസ് കിട്ടിയത്. ഇനിയിപ്പോൾ അടുത്ത ആൾ നമ്മുടെ മുന്തിരി കുട്ടനെയാണ്. മുന്തിരി നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ മുന്തിരി കുട്ടനെ നമ്മൾ അടത്തി തണ്ടിയിൽ നിന്ന് വേർപ്പെടുത്തിയിട്ട് വേണം കേട്ടോ നമ്മൾ നമ്മുടെ ജ്യൂസ് അടിക്കാനായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഓരോ മുന്തിരികളായിട്ട് നമ്മൾ അടത്തി എടുക്കുകയാണേ.
നമ്മൾ ഇങ്ങനെ ഓരോന്ന് അടത്തി എടുക്കുമ്പോഴേ നമുക്ക് അതിലൊക്കെ കേടുണ്ടെങ്കിൽ മാറ്റാൻ പറ്റും കേട്ടോ. അതാണ് നമ്മളിങ്ങനെ അടത്തി എടുക്കുന്നതുകൊണ്ടുള്ള ഗുണമേ. അങ്ങനെ ദേ നമ്മുടെ മുന്തിരിങ്ങ നമ്മൾ കൊലയെന്ന് നടത്തുന്നതും അവസാന ഘട്ടത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പച്ചമുന്തിരി നമ്മൾ മെയിനായിട്ട് എടുത്തത് പച്ച കളർ ഐസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇത് സീഡ്ലെസ് ആണ് എടുത്തിരിക്കുന്നത്. സീഡ് ഉള്ളതാണെങ്കിൽ നമ്മൾ അടിക്കുമ്പോൾ ആ കുരുവും കൂടി വന്നു കഴിയുമ്പോൾ മൊത്തത്തിലൊരു കരകരപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സീഡ്ലെസ് മുന്തിരി നോക്കി പച്ച എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് അടി തുടങ്ങുകയാണ്. നമ്മൾ ആദ്യം നമ്മുടെ തണ്ണിമത്തനാണ് ഇട്ട് ജ്യൂസ് അടിച്ചെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇനി പട്ടപ്പട്ടാന്ന് ജ്യൂസ് അടി കേട്ടോ. നേരെ നമ്മൾ ഫ്രഷ് ആയിട്ട് അടിച്ചെടുക്കുകയാണ്. മധുരമൊക്കെ നമ്മൾ പിന്നെയാണ് ചേർക്കുന്നത്. അങ്ങനെ ദേ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് അടിച്ച് കഴിഞ്ഞു കേട്ടോ. അതെ, അടിപൊളി. കണ്ട നിറയെ തണ്ണിമത്തൻ ജ്യൂസാണിത്. ഇനി നമ്മുടെ പച്ചമുന്തിരിങ്ങയാണ്. അപ്പം നമ്മൾ ആവശ്യത്തിന് നമ്മുടെ ജാറിലിട്ട് പടപടാന്ന് അടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ 3 ജ്യൂസുകളും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ, ഓറഞ്ച്, അതുപോലെ തന്നെ മുന്തിരിയിൽ നോക്കുകയാണെങ്കിൽ ഇത്തിരി കോളം ഫുഡ് കളർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് നല്ലൊരു പച്ച കളർ, നല്ല ഭംഗിയുണ്ട്. അതിനൊരു തുണ്ട് ഫുഡ് കളർ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിലും ഒരു ഫുഡ് കളർ ഇച്ചിരി ഇറ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് സംഭവം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പ്രസൻറ്റേഷനിലും നമുക്ക് വേണ്ട രസം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കുകയാണേ. ഇനിയിപ്പോൾ നമ്മുടെ മധുരത്തിന് വേണ്ടിയുള്ള പഞ്ചസാര ഇട്ട് നല്ലോണം ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ മുന്തിരിക്കുട്ടൻ ഇളക്കി റെഡിയാക്കി. ഇനി നമ്മുടെ ഓറഞ്ച്, ഫ്രൂട്ട്സിൻ്റെ അത്യാവശ്യം മധുരം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ കുറച്ച് മധുരം ആഡ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ തണ്ണിമത്തൻ. ഇനിയാണ് നമ്മളുടെ ഐസ് ഉണ്ടാക്കാനുള്ള ഫ്രെയിമിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ പുതിയതായിട്ട് നമുക്ക് ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ഫ്രെയിമാണ്. അപ്പോൾ നമ്മുടെ കോലൈസിൻ്റെ ഒക്കെ ഐസിൻ്റെ പോർഷനില്ലേ, അതിൻ്റെയൊക്കെ ഏകദേശം ഒരു 1000 ഇരട്ടി വലുപ്പം പറഞ്ഞ വലിയൊരു ഫ്രെയിം നമ്മൾ 3 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ഒഴിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പൊക്കല്ലേ, 2 കൂടി പൊക്കല്ലേ, ഇതിന് തണ്ടിൽ പോകും ചരിച്ച് ഒഴിച്ചോ. അപ്പോൾ ഇത് നമ്മുടെ മുന്തിരി ജ്യൂസ് നമ്മൾ നേരെ ഇതിലേക്ക് ഒഴിക്കുകയാണേ. അടിപൊളി, അടിപൊളി. ഇനി ഇത് ഓറഞ്ച് ആണേ, പോകട്ടെ. ഇനി നമ്മുടെ തണ്ണിമത്തനാണേ. ആയി തണ്ണിക്കട. അങ്ങനെ നമ്മുടെ 3 കോലൈസ് ഉണ്ടാക്കാനുള്ള മിക്സ് നമ്മൾ റെഡിയാക്കി നമ്മുടെ കോല അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി ഇത് നേരെ നമ്മൾ കൊണ്ടുപോയി ഫ്രീസ് ചെയ്ത് നമ്മുടെ കോലൈസ് റെഡിയാക്കാൻ പോവാണ്. അങ്ങനെ മച്ചന്മാരെ 24 മണിക്കൂർ നമ്മളുടെ ഈ ഒരു കോല ഐസ് നമ്മൾ തണുപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ 24 മണിക്കൂറിന് ശേഷം എന്തായി നമ്മുടെ ഐസ് റെഡി ആയി നോക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ തണ്ണിമത്തനെയും തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മളുടെ തണ്ണിമത്തൻ ഐസ് എന്തായി നമുക്ക് നോക്കാം കേട്ടോ. റെഡി,
അടിപൊളി, നോക്ക് മക്കളെ. സംഭവം നമ്മൾ ഒറ്റയ്ക്ക് പൊക്കി വരാൻ നോക്കിയിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം നമുക്ക് കിടത്തിയാൽ ഒരു 40 കിലോ മുകളിൽ ഉണ്ടാവട്ടത്. അപ്പോൾ നമ്മൾ നേരെ ഇത് കെടുത്തിയിട്ടിട്ടാണ് നമ്മൾ ഊരിയെടുക്കുന്നത്. നേരെ നമ്മുടെ ഐസിന് ഊരിയെടുത്ത് നോക്കാട്ടാ. ഓക്കെ, വാമോനെ. കോലൈസ് ദേ പുറത്തേക്ക് വന്ന് മക്കളെ, അടിപൊളി. ദേ നോക്ക്, നമ്മുടെ തണ്ണിമത്തൻ കോലൈസ് ദേ പുറത്തേക്ക് വന്ന് മക്കളെ. അപ്പോൾ ഇത് സംഭവം കാണാനായിട്ട് അടിപൊളി. ഇത് നോക്കിയേ, ശരിക്കും നമ്മുടെ കോലൈസ് പോലെ തന്നെ. അപ്പം ഇതേ നമ്മുടെ പച്ചമുന്തിരിയുടെ ഐസാണേ. അടിപൊളി. ഇത് നോക്കിയേ, പച്ചമുന്തിരിങ്ങ. മുന്തിരി കുറച്ച് അടിയിൽ അടിഞ്ഞിട്ടുണ്ട്. അവസാനമായിട്ട് ഇത് നമ്മുടെ ഓറഞ്ചാണേ. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ഐസും കൂടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഐസായേ. ഔ ദേടാ മോനെ, കിട്ടി നമ്മുടെ ഓറഞ്ച് ഐസ് കേട്ടാ. അപ്പോൾ അതെ നമ്മുടെ 3 ഐസുകളും, നമ്മുടെ 3 കോലൈസുകളും എന്ത് റെഡി ആയേക്കാണ്. അപ്പൊ മച്ചാമാരെ, ഓറഞ്ച്, തണ്ണിമത്തൻ, പച്ച മുന്തിരി, അപ്പൊ 3 ഫ്ലേവറിലുള്ള വലിയ കോലൈസുകളാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കിയാൽ പോരല്ലേ, ഇനി ടേസ്റ്റ് ഒക്കെ ഉണ്ട് മക്കളെ. ബാ ടേസ്റ്റ് അടിച്ച് നോക്കിയേ. ഇങ്ങനെ നോക്കടാ നീ. മറ്റേ ചെറിയ ഐസ് കഴിക്കണം, അതേ സെറ്റപ്പ്. എടാ ഞാൻ കഴിക്കണോട്ട് മറ്റേ നമ്മൾ കോലൈസിന്ന് ചപ്പുമ്പോൾ മറ്റേ ഇത് മാത്രമായിട്ട് വരൂല്ലേ അതിൻ്റെ ഫ്ലേവർ, അതുപോലെയാണ് അതെ. കൊള്ളാടാ. കിട്ടുണ്ട് അല്ലേ. തണ്ണിമത്തൻ ഫ്ലേവറില്ലേ, മറ്റേ ഇച്ചിരി പുളിപ്പുണ്ടാവില്ല. അവിടെ ഓറഞ്ച് അങ്ങനെ അന്ന് തണ്ണിമത്തം വിട്ടു. പക്ഷെ ഞാൻ പച്ചമുന്തിരി കളിക്കട്ടെ. നല്ല വീട്ടാ. നല്ല രസമുണ്ടാ. ഇങ്ങനെ തൊണ്ട പോവും. 2000 ഭക്ഷണം വേണ്ട, ഇത് നക്കി നക്കിയോട്ട് ഉണ്ടോളാം. ഞാൻ ചപ്പടുത്തേ വെള്ള കളറാണ് നോക്കി. അതിൻ്റെ ജ്യൂസ് മാത്രം മഞ്ഞു. എൻ്റെയൊക്കെ ചെറുപ്പത്തിലില്ലേ നമ്മുടെ റോട്ടി കൂടിയൊക്കെ ഇങ്ങനെ നമ്മുടെ ഇന്നത്തെ കാലത്ത് പോലത്തെ മെഴ്സിഡീസിൻ്റെയോ അല്ലെങ്കിൽ മെറിബോയുടെ ഐസ്ക്രീം ഒന്നും ആയിരുന്നില്ല കേട്ടോ. അത് അന്ന് ഇതേപോലെ മണി അടിച്ചിട്ടൊരു ചേട്ടൻ ഒരു പെട്ടിയിൽ ഇങ്ങനെ ഐസ് കൊണ്ടുവരും കേട്ടോ. അതന്നെ ഇവനൊന്നും ഓർമ്മയുണ്ടാവില്ല. ഇവരൊക്കെ ചെറുതായിരുന്നുണ്ടാവില്ല. ഇവരൊക്കെ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ട്. വെള്ള അതായത് വെള്ള സേമിയോ, മുന്തിരി, പിന്നെ ഈ കളർ ഉണ്ടാവാറുണ്ട്, ഓറഞ്ച് ഉണ്ടാവാറുണ്ട്, പിന്നെ പാല്, വെറും പാല് മാത്രമുള്ള ഐസ്, അങ്ങനെ കുറേ ഉണ്ടാവാറുണ്ട്. പക്ഷേ വീട്ടുകാരോടൊക്കെ അത് വാങ്ങിച്ചു തരാൻ പറയുമ്പോഴേ സംഭവം അപ്പോൾ പറയണ കുറച്ച് ഇതുകളുണ്ട്. അത് ഓടയിലത്തെ വെള്ളമാണ്, തോട്ടിലത്തെ വെള്ളമാണ് എന്നൊക്കെ പറഞ്ഞ് എന്തായാലും കുറേയൊക്കെ കരഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വാങ്ങിച്ചു തരും. പക്ഷേ അന്നത്തെ അതിൽ കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ അതൊരു വേറെ ഫീലായിരുന്നു. സത്യം പറഞ്ഞ് ഇത് കാണുമ്പോൾ എനിക്ക് അന്നത്തെ ഒരു നൊസ്റ്റാൾജിയാണ് കയറി വരുന്നത്. സംഭവം ഇതേപോലെയൊക്കെ തന്നെ ഇരിക്കും കേട്ടോ. ആ ഒരു കോലും അതുപോലെ ഇങ്ങനെ മുകളിൽ ഐസും ഒരു വെള്ള പേപ്പറിൽ പൊതിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഓർമ്മയാണ് ശരിക്കും ഇത് കാണുമ്പോൾ കിട്ടണത് കേട്ടോ. അപ്പോൾ നമ്മുടെ കോലൈസ് എന്തായാലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ അലിഞ്ഞു പോകുള്ളൂ. നമുക്ക് തല്ലി പൊട്ടിച്ച് പരമാവധി കഴിക്കണമെന്ന് കഴിക്കാം. ബാക്കി നമുക്ക് കൊണ്ടുപോയി ഐസൊക്കെ നമ്മൾ തന്നെ കഴിക്കും കേട്ടോ. കാരണം നമ്മൾ എന്താ പറയുക, എല്ലാവരും ഉമിനീരടക്കം സംഭാവന ചെയ്തിട്ടുള്ള ഐസാണ്. അതുകൊണ്ട് വേറെ പുറത്തൊന്നും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ കഴിച്ച് തീർക്കണം. അപ്പോൾ ഈ സംഭവം നമുക്ക് എന്തായാലും ഒന്ന് പൊട്ടിച്ചിട്ട് എടുത്ത് കഴിക്കാൻ പറ്റും നോക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഇത് മെന്ന് ചപ്പത്തിനേക്കാളും പൊട്ടിച്ച് ഇങ്ങനെ ഐസായിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ പ്രത്യേക രസമായിരിക്കും. അപ്പോൾ മച്ചാന്മാരെ, ഇന്നത്തെ നമ്മുടെ ജയന്റ് കോലൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവൻ്റെ കാര്യം നമുക്ക് എന്തായാലും ഇത് കഴിഞ്ഞിട്ടൊന്ന് തീരുമാനമാക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾക്ക് വീഡിയോ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാന്മാരെ, ഇതിനുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാൻ പ്രതീക്ഷയിൽ ക്യാമറ മച്ചൻ പ്രവീൺ ടീം ഫോട്ടോയ്ക്കിനോടൊപ്പം ഇറ്റ്സ് മീ ജോ ജോസഫ് സൈനിങ് ഔട്ട്. പൊട്ടിക്കാം. യെസ്. ഓ എൻ്റെ പൊന്നോ.
അടിപൊളി. ഇതൊടി പിടിപ്പിക്കട്ടെ ഞാൻ. ഓ ഇനി സാധനം നമുക്ക് ചെറിയ മറ്റേ ഐസിന്റെ ഇതിലിട്ട് കഴിഞ്ഞാൽ ഇതാക്കാൻ പറ്റില്ലേ? നല്ല മതി. നമുക്ക് അഞ്ച് ചെയ്യാം. കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് പാക്കറ്റിലാക്കി കൊണ്ടുപോയിട്ട് ഫ്രീസറിൽ കയറ്റാം. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാം. കവറിട്ട് മൂടിക്കോ, പോകുന്നത്